നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരിക്കലും ആ കൂട്ടുകാരൻ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. എന്തു എനിക്ക് അയാളോട് ചോദിക്കാമായിരുന്നു. എവിടെയും അയാളുടെ കൈ പിടിച്ച് പോകാമായിരുന്നു. ഞാൻ അത്രയ്ക്ക് വേറൊരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല. അയാള് കൂടെയുള്ളപ്പോ വല്ലാത്തൊരു ധൈര്യമായിരുന്നു. പിരിഞ്ഞു പോകേണ്ടി വന്നപ്പോ വല്ലാത്ത വേദനയും. പ്രസാദേട്ടനത് എത്രമാത്രം പറഞ്ഞാ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് മോശം മനുഷ്യനാണ് ഞാൻ എന്നല്ല, പക്ഷേ പ്രാണൻ പകുത്തുകൊടുത്ത് മറ്റൊരാളെ മനസ്സിലേറ്റണം. അയാളില്ലെങ്കിൽ ജീവിതമേ വേണ്ടാന്ന് വെക്കാനും പറ്റണം. പറ്റുമോ പ്രസാദേട്ടന്? പറ്റാതെ പിന്നെ എത്ര കാലം ഒരുമിച്ച് നടന്നാലും ഒരാൾക്ക് വേറൊരാളുടെ മനസ്സോ ജീവിതമോ പൂർണ്ണമായും മനസ്സിലാകണമെന്നില്ല അഞ്ജലി. ഞാൻ ആരെങ്കിലും മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അഞ്ജലിക്ക് എങ്ങനെ അറിയാൻ പറ്റും? പറഞ്ഞാൽ അറിയാലോ, പറയണം. എന്നാലേ എനിക്കത് അറിയാൻ പറ്റൂ. അത് ഞാൻ ആരതിയാ, നമ്മള് വിളിച്ചില്ലല്ലോ അങ്ങോട്ട്. മോളെ ആരതി. ആഹാ, എന്താ ഒരിഷ്ടം, എന്താ ഒരു വാത്സല്യം നോക്ക്. 3-4 മനുഷ്യര് വേറെ ഏതോ ഒരു ദിക്കിലോട്ട് യാത്ര പോയിട്ട് ഒന്ന് വിളിച്ചന്വേഷിക്കാൻ തോന്നിയില്ലല്ലോ. കൊള്ളാം, സൂപ്പർ ചേച്ചിയാ നിങ്ങള്. എന്നൊന്നും നീ കളിയാക്കി കുറ്റപ്പെടുത്തണ്ട. നിങ്ങള് 3-4 പേര് ചേർന്നല്ലേ ഇവിടുന്ന് പോയത്. അപ്പൊ പിന്നെ ആരും തനിച്ചാണെന്നുള്ള വേവലാതി വേണ്ടല്ലോ. അതുകൊണ്ടാ ഇവിടുന്ന് പുറപ്പെട്ടു പോയിട്ട് ഉടനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാത്തത്. അതെ അതെ, തെറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് എന്ത് ന്യായീകരണവും കണ്ടുപിടിക്കാലോ. അല്ല, പ്രസാദേട്ടനില്ലേ അവിടെ? പ്രസാദേട്ടൻ ഇവിടെ തന്നെയുണ്ട്. വേറെ എവിടെ പോവാനാ? മനസ്സിലായി. ഇനിയിപ്പോ എവിടെയും പോവാൻ താല്പര്യം കാണില്ലെന്ന് അറിയാം. കൂട്ടുകുടുംബത്തിന്റെ ശ്വാസമുട്ടലിൽ നിന്ന് ഭാര്യയും ഭർത്താവും തനിച്ചായ ദിവസമല്ലേ. പ്രസാദേട്ടൻ ചുറ്റിപ്പറ്റി അവിടെ തന്നെ കാണുമായിരിക്കും. അല്ലെങ്കിൽ 10 മണിയാവുമ്പോ കൂർക്കം വലിക്കുന്ന മനുഷ്യരൊക്കെ ഇപ്പോഴും എഴുന്നേറ്റിരിക്കുകയാണെന്ന് പറയുമ്പോ തന്നെ റൊമാൻസിന്റെ ലെവലൊക്കെ ഞങ്ങൾക്ക് ഊഹിക്കാം കേട്ടോ. എന്തൊക്കെയാടി നിങ്ങൾ ഈ പറയുന്നേ? രണ്ടിനും ഒരു ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല. മാനം മര്യാദയ്ക്ക് സംസാരിക്കുന്നു കരുതി ഞാൻ അറിയാതെ ഫോൺ സ്പീക്കറിൽ ഇട്ടുപോയി. അയ്യോ, നീയൊക്കെ പറഞ്ഞ വേണ്ടാധീനങ്ങൾ മുഴുവൻ പ്രസാദേട്ട ഇവിടെ നിന്ന് കേക്കുവാ. അതിന് ഞങ്ങള് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളെ ഭാര്യയും ഭർത്താവും അല്ലേ. തനിച്ചാവുമ്പോ ആർക്കായാലും ഇത്തിരി റൊമാൻസ് ഒക്കെ തോന്നും. ഞങ്ങളതങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല, പറച്ചിൽ അത്ര വലിയ കുറ്റമാണോ ഈ രാജ്യത്ത്? മതി മതി, ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. അച്ഛൻ എവിടെ? അച്ഛനും അമ്മയൊക്കെ എവിടെ? അവിടുത്തെ വിശേഷങ്ങൾ എന്താന്ന് പറ. അച്ചു കിടന്നുറങ്ങി. യാത്രാക്ഷീണോ? അച്ഛനും അമ്മയൊക്കെ ഹാപ്പിയാ. നിങ്ങൾ എന്താ വരാത്തെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ. ആ, ഞങ്ങള് നാളെ രാവിലെ തിരിക്കുമെന്ന് പറഞ്ഞാ മതി. നിങ്ങൾ ഫോൺ വെച്ചേക്ക്. വെച്ചോ വെച്ചോ. ഈ ധൃതിയുടെ കാരണമൊക്കെ അറിയാം ഞങ്ങൾക്ക്. പ്രസാദേട്ടൻ കേൾക്കുന്നുണ്ട്, ഞങ്ങൾ വേറൊന്നും പറയുന്നില്ല. അപ്പൊ ഗുഡ് നൈറ്റ്. എന്താ എവിടെയാ പറയേണ്ടതെന്ന് ഒരു നിശ്ചയമില്ല രണ്ടിനും. പ്രസാദേട്ടൻ ഇരിക്കെ, കഴിക്കാൻ നമുക്ക്. മതി, താനും ഇരുന്നു. ഞാൻ പിന്നിരിക്കാം. പറയുന്ന കേൾക്കണം. എന്റെ ദേഷ്യം അറിയാലോ. ഇരിക്കണേ അവിടെ. എന്റെ കൈ പിടിച്ചാ നീ ആദ്യം നടക്കാൻ പഠിച്ചത്, അത് മറക്കരുത്. ആണോ? എന്നാ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങൾ ആദ്യം നടക്കാൻ പഠിച്ചത് എങ്ങനെയാ? ആരുടെയെങ്കിലും കൈ പിടിച്ച് തന്നെ ആയിരിക്കുമല്ലോ. മനുഷ്യരെല്ലാം അങ്ങനെ തന്നെയാ നടക്കാൻ പഠിക്കുന്നത് എന്ന് കരുതി 2 കാലിൽ നിവർന്നു നിൽക്കാൻ കഴിഞ്ഞാലും പഴയ കൈത്താങ്ങി തേടി പോകുന്നതാണ് തെറ്റ്. എന്നിട്ട് നീ ഇപ്പൊ 2 കാലിൽ നിവർന്നാണോ നിൽക്കുന്നത്? അല്ലല്ലോ.
പിന്നെ എന്താ ഇത്ര പറയാനായിട്ട്? എനിക്കറിയാം, നിങ്ങൾ ഉള്ളാലെ എന്റെ ഈ വീഴ്ച കണ്ട് സന്തോഷിക്കുക. ഓരോ ദുർനിമിത്തങ്ങളും ഞാൻ നിങ്ങളുടെ വാക്ക് കേൾക്കാത്തോണ്ട് സംഭവിക്കുന്നതാണെന്ന് വ്യാഖ്യാനിച്ചെടുക്കാനല്ലേ നിങ്ങളുടെ ഉത്സാഹം. എന്നെ ശപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്താലേ നിങ്ങൾക്ക് ഉറക്കം വരും. ഞാനിതെന്താടാ വെറുതെ വ്യാഖ്യാനിക്കുന്നതാണോ ഇതൊക്കെ? സത്യം പകലുപോലെ വ്യക്തമല്ലേ? പൂജ നടക്കുമ്പോ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേക്കരുതെന്ന് ആരെല്ലാം പറഞ്ഞു? നീ കേട്ടോ? എന്നിട്ട് അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ഈ ലളിതായിരിക്കും പറഞ്ഞത്. ലളിത അല്ലാതെയും ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞാലും ഞാൻ അറിയും കാര്യങ്ങള്. ഓഹോ, ഇനിയിപ്പം നിങ്ങളറിഞ്ഞാൽ എനിക്കെന്താ? നിങ്ങള് മേഘന്റെ തല കൊയ്യോ? ഇല്ലല്ലോ. എനിക്കെന്തിനാടാ നിന്റെ ഈ തല? ബുദ്ധിക്ക് പകരം ചേറ് നിറച്ചു വെച്ചിരിക്കുകയാണല്ലോ അവിടെ. അതല്ലേടാ ഇത്രയൊക്കെ പറ്റിയിട്ടും രാധേ രാധേന്നും പറഞ്ഞ് നീ പിന്നാലെ പോകുന്നത്. ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി വരുമായിരുന്നോ? ഇല്ലല്ലോ. പരിഹസിക്കണ്ട. പണ്ട് മുതൽ നിങ്ങൾ പറഞ്ഞത് കേട്ടതിന്റെ ഗതികേട ഞാനിപ്പോ അനുഭവിക്കുന്നത് തന്നെ. ഇനിയെങ്കിലും ഒന്ന് മാറി നടന്നു നോക്കട്ടെ, രക്ഷപ്പെടുമെന്ന് അറിയണമല്ലോ. രക്ഷപ്പെട്ടത് തന്നെ. എടാ, എന്നെ ഷോക്കടിച്ച് വീഴ്ത്തിയതും നിന്നെ ഇപ്പൊ ഈ ഗതിയിലാക്കിയതും ആരാന്നാ നിന്റെ വിചാരം? അതവളാ, ചത്തുപോയ നിന്റെ പഴയ ഭാര്യ തന്നെ, സുഭദ്ര തമ്പുരാട്ടി. എന്തിനും ഏതിനും പെറ്റമ്മയെ നീ കുറ്റം പറഞ്ഞു പഠിച്ചുപോയി. യഥാർത്ഥ ശത്രുവിനെ കാണാൻ കഴിയുന്നുമില്ല. അതാണ് സത്യം. പിന്നെ സുഭദ്രയുടെ രൂപവും ഭാവവും ഉണ്ടെങ്കിലും അവളുടെ അനുജത്തിയാണ് രാധയെന്ന് നീ മറക്കരുത്. അതുകൊണ്ട് തന്നെ നിന്റെ രണ്ടാം ഭാര്യയായി തന്റെ സ്ഥാനത്ത് രാധ വരണമെന്ന് സുഭദ്ര ഒരിക്കലും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് സുഭദ്രയുടെ ശക്തിയാ ഓരോരോ ദുരന്തങ്ങളായി നിന്റെ മേലിൽ പതിക്കുന്നത്. ഇനിയെങ്കിലും അത് ഓർത്താൻ നിനക്ക് കൊള്ളാം. അയ്യോ സാറേ, സൂക്ഷിച്ചു, ഞാൻ പിടിക്കാം. പതിയെ. ഒരെണ്ണം പിടിക്കുകയും വേണ്ട, എന്റെ പിന്നാലെ വരികയും വേണ്ട. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.